30 വർഷങ്ങൾ പിന്നിടുകയാണ് മാതൃപ്പള്ളിയിൽ ക്രെഡിറ്റ് എന്ന് പറയുന്ന സാമൂഹ്യ സേവന പ്രസ്ഥാനം. ഒത്തിരി സന്തോഷമുണ്ട്. ഇതിനിടയിൽ ഞാൻ ധാരാളം പ്രാവശ്യമായി നിങ്ങളുമായിട്ട് സംസാരിക്കുകയും ചെയ്തുകൊണ്ട് ഒരു പക്ഷേ കുറിയൊന്നും ഉണ്ടാവുകയില്ല. എങ്കിലും ഇവിടെ വരുവാൻ ഒത്തിരിയേറെ സന്തോഷമുണ്ട്. കാരണം ഇവിടുത്തെ പ്രവർത്തനങ്ങൾ അത്രത്തോളം മകനീയമായിട്ട് പോകുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ സാമൂഹ്യ സേവന പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ് നൽകുക. സാമൂഹ്യ സേവനം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഒരു സന്നദ്ധ സംഘടനയുടെയോ മാത്രം അല്ലെങ്കിൽ അത് ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. ആർക്കും എപ്പോഴും ചെയ്യാവുന്ന ഒരു മേഖലയാണ് സാമൂഹ്യ സേവനം എന്ന് പറയുന്നത്. സാമൂഹ്യ സേവനം നമുക്ക് വ്യക്തികൾക്കൊക്കെ ചെയ്യാവുന്ന കാര്യമാണ്. അത് കൂടുതൽ ശക്തമായി കൂടുതൽ ഊർജ്ജസ്വലതയോടെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഒരുപക്ഷെ ഈ സന്നദ്ധ സംഘടനകളൊക്കെ ഉപയോഗിക്കുന്നത്. കൂട്ടായ പ്രവർത്തനം, അത്തരത്തിൽ ധാരാളം പ്രവർത്തനങ്ങൾ നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ട്. കേരളത്തിലെ എല്ലാ രൂപതകളിലും ഇത്തരം പ്രവർത്തനം നടക്കുന്നുണ്ട്. നമ്മുടെ രൂപതയിലും അതിശക്തമായ രീതിയിൽ സാമൂഹിക സേവന പ്രവർത്തനം നടക്കുന്നുണ്ട്. കോതമംഗലം സോഷ്യൽ സർവീസ് സൊസൈറ്റിയാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിൻ്റെ ഒരു ശാഖ എന്ന നിലയിലാണ് ഇടവകളിൽ ഇത്തരം സാമൂഹ്യ സേവന പ്രസ്ഥാനത്തിൻ്റെ ഒരു ശാഖ എന്ന നിലയിൽ ക്രെഡിറ്റ് യൂണിയൻ എന്ന് പറയുന്ന പരസ്പര സഹായ സംഘം പ്രവർത്തിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സിസ്റ്ററെ മറ്റൊരു മഠത്തിൽ കൊണ്ടുവിടാനായിട്ട് പുള്ളിയുടെ വീട്ടിൽ മറ്റൊരു മഠത്തിൽ കൊണ്ടുവിടാനായിട്ട് ഞാൻ പോവുകയുണ്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ കണ്ടത് ആ ഗവൺമെന്റിൽ പ്രായമായ അമ്മമാരെ സംരക്ഷിക്കുന്ന ആ മഠത്തിൽ അങ്ങനെ ഒരു സംവിധാനമുണ്ട്. പ്രായമായ അമ്മമാരെ സംരക്ഷിക്കുന്ന ഒരു ഗവൺമെന്റ് കൂടിയാണ്. ഒരു 10-40ഓളം അമ്മമാരുണ്ട്. അപ്പം ഞങ്ങൾ ചെന്നപ്പോൾ അവരെല്ലാവരും ഇറങ്ങിയുണ്ട്. ഞാൻ അവർക്ക് എല്ലാവർക്കും കൈ കൊടുത്ത് സുഖമാണോ ക്ഷേമമാണോ എന്നൊക്കെ അന്വേഷിക്കും. അപ്പോൾ അവരുടെ മുഖത്തൊക്കെ വിരിയുന്ന ഒരു സന്തോഷമുണ്ട്. അവരുടെ കണ്ണുകളിൽ വിടരുന്ന ഒരു പ്രഭയുണ്ട്. അത് നമുക്ക് കാണുമ്പോൾ അവർ നമ്മുടെ മുമ്പിൽ കൈകൾ കൂപ്പി. ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ മുമ്പിൽ കൈകൾ കൂപ്പുണ്ട്, ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലാണ് കൈകൾ കൂപ്പേണ്ടത്. കാരണം ഈ ലോകത്ത് ഇത്രമാത്രം വർഷം ജീവിച്ച് ഒരു മാതൃകയായി ഇന്ന് ഇവിടെ സന്തോഷത്തോടെ ഇരിക്കുന്ന നിങ്ങൾ, ഞങ്ങൾ പുറംലോകത്തിൽ നിന്ന് പല രീതിയിലുള്ള പ്രശ്നങ്ങളെയും പ്രതിസന്ധികളിലും നടുവിൽ ജീവിക്കുന്നവരാണ്. അപ്പം നിങ്ങൾ ഇവിടെ ഒരു മാതൃകയായിട്ട് ജീവിക്കുക, ശാന്തിയും സമാധാനത്തോടെയും ഒക്കെ ജീവിക്കുന്ന വ്യക്തിത്വങ്ങളാണ്. പല രീതിയിലുള്ള ആളുകളുണ്ട്, പല പ്രായത്തിലുള്ള ആളുകളുണ്ട്, പല രൂപത്തിലുള്ള ആളുകളുണ്ട്. അപ്പൊ അതൊരു സാമൂഹ്യ സേവനത്തിന്റെ ഒരു ചിത്രമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് മദർ തെരേസ ചെയ്തതും ഇത് തന്നെയാണ്. സാമൂഹ്യ സേവനത്തിന്റെ മറ്റൊരു മഹത്തായ സന്ദേശമാണ് മദർ തെരേസയെ ചെയ്തത്. നമുക്കറിയാം, മദർ തെരേസ പല കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട്. തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുവാൻ, നേരത്തെ ആഹാരം കൊടുക്കുവാൻ ഭക്ഷണമില്ലാതെ, പൈസയില്ലാതെ, ക്യാഷില്ലാതെ, സാമ്പത്തികമില്ലാതെ തെരുവോരങ്ങളിൽ ഇറങ്ങി തെറ്റി കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു കടക്കാരനെ മുന്നിൽ ചെന്നിട്ട് എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും തരുമെന്ന് പറഞ്ഞപ്പോൾ ആ കൈകളിലേക്ക് കാർപ്പിച്ച് തുപ്പിയ ഒരു മനുഷ്യന്റെ ചിത്രം ഈ മദർ തെരേസയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. ആ കാർപ്പിച്ച് തുപ്പിയത് കൈമടക്കുകളിലേക്ക് വാങ്ങിയിട്ട് നെഞ്ചോട് ചേർത്തിട്ട് മറുകരം നീട്ടി ചോദിച്ചു, എന്താ പറഞ്ഞത്? എനിക്കുള്ളത് നിങ്ങൾ തന്നു കഴിഞ്ഞു, എൻ്റെ മക്കൾക്കുള്ളത് നിങ്ങൾ താ എന്ന്. ഒരു വാക്ക് മതി, ഇല്ലേ? ഒരു വാക്ക് മതി ഒരു മനുഷ്യന്റെ ജീവിതം മാറാൻ. ആത്മഹത്യയുടെ മുൻപിൽ നിൽക്കുന്ന മനുഷ്യന്റെ മുന്നിലേക്ക് മകനെ എന്ന് വിളി കേട്ടാൽ പക്ഷേ ആ മനുഷ്യൻ ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്ന് പറഞ്ഞതുപോലെ ഈ മനുഷ്യൻ ഈ മദർ തെരേസ ഇടത് കൈനീട്ടി ആ മനുഷ്യനോട് പറഞ്ഞ വാക്കുകൾ ആ മനുഷ്യന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തി എന്നാ പറയുന്നത്. ആ മനുഷ്യൻ ആ സമയം മാനസാന്തരപ്പെട്ടു എന്നാ പറയുന്നത്. മരത്തിൽ കുരിശിൽ കിടക്കുന്ന 2 കള്ളന്മാരോട് ഒരു കള്ളനോട് പറഞ്ഞില്ലേ യേശുക്രിസ്തു, ഇന്ന് നീ എന്നോട് കൂടി പർദീസായിലായിരിക്കുമെന്ന് പറയാൻ കാരണമായ വാക്കുകൾ ആ ഒരു നിമിഷത്തിൽ ആ മനുഷ്യൻ മാനസാന്തരപ്പെട്ടു എന്നുള്ളത്. അപ്പോൾ ഈ മനുഷ്യൻ ഈ മദർ തെരേസ പിന്നീട് ചെയ്തത്, മദർ തെരേസയുടെ സാമ്പത്തിക സ്രോതസ്സിൽ ഏറ്റവും വലിയ സംഭാവന ചെയ്യുന്ന മനുഷ്യനായിട്ട് അദ്ദേഹം മാറി. അത്രത്തോളം സമ്പത്തുള്ള മനുഷ്യനായിരുന്നു ആ മനുഷ്യനാണ് ഈ കൈകളിലേക്ക് കാർപ്പിച്ച് കുത്തിയത്. എന്നിട്ട് പിന്നോട്ട് പോകാത്ത മദർ തെരേസ. ഞാനത് പറയാൻ കാരണം എൻ്റെ സിസ്റ്റർ മദർ തെരേസ കോൺവെന്റിലാണ്. 1996 ഞാൻ 2 പ്രാവശ്യം അവിടെ കോൺവെന്റിൽ പോയിട്ടുണ്ട്. ഒരു പ്രാവശ്യം 2 ആഴ്ചക്കാലം അവിടെ താമസിക്കുകയും മദർ തെരേസയോടൊപ്പം ഒന്നിച്ച് വാഹനത്തിൽ സഞ്ചരിക്കുകയും ഭക്ഷണം കഴിക്കുകയും അവരോടൊപ്പം ഇടപെടുകയും ചെയ്തു. മദർ തെരേസ എന്ന് പറയുന്നത് വലിയ ഗന്ധർവാക്കുമായ ഒരു സ്ത്രീയൊന്നുമല്ല. ഒരു 5 അടി പൊക്കമേ ഉള്ളവർ, കൂഞ്ഞി കൂടിയ ശരീരം, ചുറ്റിച്ചുളിഞ്ഞ കവിളുകൾ, വിടലില്ലാത്ത കണ്ണുകൾ, സംസാരിക്കുമ്പോൾ ഒച്ച പതറി പോകുന്ന വലിയ ചെറിയ ഒരു വ്യക്തിത്വം. കണ്ടു കഴിഞ്ഞാൽ ആരുമെന്ന ഒരുപക്ഷെ മുന്നോട്ട് തിരിഞ്ഞു പോകുന്ന രൂപഭാവം. പക്ഷേ ലോകം അവരെ അംഗീകരിച്ച് ഭാരത രക്തമോർ കൊടുത്ത് ലോകത്തെ ഏത് രാജ്യത്തും വിസയില്ലാതെ
സന്ദേശമാണ് ആ സാമൂഹ്യ സേവന പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഒരുപക്ഷെ കൽക്കട്ടയുടെ തിരുവേദികളിലോ ബോംബെയുടെ തിരുവേദികളിലോ ഒന്നും നമ്മൾ പോയി സേവനം ചെയ്യണമെന്നില്ല. നമ്മുടെ അയൽപക്കങ്ങളിൽ, നമ്മുടെ ചുറ്റുവട്ടങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ധാരാളം ആളുകൾ ഒരുപക്ഷെ ഉണ്ടാകും. അവരെയൊക്കെ ഒന്ന് പോയി കാണുവാനും സന്ദർശിക്കുവാനും അവരോടൊക്കെ ഒന്ന് ക്ഷേമം പങ്കുവയ്ക്കുവാനും അവരുടെ അടുത്തൊന്ന് ഇരിക്കുവാനും അവരോടൊന്ന് പുഞ്ചിരിക്കുവാനും അവരോട് സംസാരിക്കാനും അവർ പറയുന്നത് കേൾക്കുവാനും ഒക്കെ നമുക്ക് മനസ്സുണ്ടെങ്കിൽ നമ്മൾ സാമൂഹ്യ പ്രവർത്തകർ തന്നെയായി മാറും. ഈ സമൂഹത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ തന്നെയാണ്. നമ്മളൊക്കെ ഈ ലോകത്ത് എത്ര നാൾ ജീവിക്കുന്ന നമുക്ക് ആർക്കും അറിയില്ല. ഒരു 10-25,000 ദിവസങ്ങളാണ് ഈ ഭൂമിയിൽ ജീവിക്കുക. അതിൽ 10-15,000 ദിവസങ്ങൾ ഒരുപക്ഷെ ഇരിക്കുന്നവരുടെയൊക്കെ കടന്നു പോയിട്ടുണ്ട്. ഇനി 10-15,000 ദിവസങ്ങൾ ദൈവം കനിഞ്ഞു നൽകുന്ന ബോണസ് കാലാവധി മാത്രമേ നമുക്കുള്ളൂ. കഴിഞ്ഞു പോയതിനു ശേഷം നമുക്കൊന്നും ചെയ്യാനാവുകയില്ല. നമ്മുടെ ഭാര്യമാർക്ക്, ഭർത്താക്കന്മാർക്ക് ചുംബനം കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ട് കൊടുക്കാത്ത ധാരാളം പേര് ഒരുപക്ഷെ ഉണ്ടാകാം. പക്ഷേ മരിച്ച് ശവപ്പെട്ടിയിൽ നിർജീവമായി കിടക്കുമ്പോൾ ജീവനില്ലാതെ കിടക്കുന്ന അവസരങ്ങളിൽ പോയി ചുംബനം കൊടുത്തിട്ട് അതുകൊണ്ട് എന്താണ് പ്രയോജനം? ഒന്നുമില്ല. ഒരു പൂ കൊടുക്കും നമ്മൾ, റെയ്ത്ത് വയ്ക്കും നമ്മൾ, കരയും അവിടെ നിന്ന് ഒരു പ്രയോജനവും അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്നില്ല. പക്ഷേ ജീവിച്ചിരിക്കുമ്പോഴെങ്കിലും അത് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ അത് വലിയൊരു പുണ്യമാണ്, വലിയൊരു നന്മയാണ്. ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് സ്നേഹം നമുക്ക് ചൊരിഞ്ഞു കൊടുക്കാൻ കഴിയുന്ന വലിയൊരു പുണ്യപ്രവർത്തി തന്നെയാണ്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അത് ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുക എന്നുള്ളതാണ്. ജീവിച്ചിരിക്കാത്ത അവസ്ഥയിൽ നമുക്ക് ലഭിക്കുന്നവരും കൊടുക്കുന്നവരും യാതൊരു പ്രയോജനവും നമുക്കില്ല എന്നുള്ളത്. അതുകൊണ്ട് സാമൂഹ്യ പ്രവർത്തനങ്ങൾ നമുക്ക് നമ്മുടെ ഭവനങ്ങളിൽ നിന്നും ആരംഭിക്കാം, നമ്മുടെ വീടുകളിൽ നമുക്ക് ആരംഭിക്കാം. നമ്മുടെ മക്കളോട്, നമ്മുടെ ഭാര്യയോട്, നമ്മുടെ ഭർത്താക്കളോട്, നമ്മുടെ അച്ഛനോട്. ഇന്നലെ ഒരു ചിത്രം ഞാൻ വീഡിയോയിൽ വന്ന ചിത്രമാണ്. ഒരു മകൻ തന്റെ അച്ഛനിരിക്കുന്ന രംഗം നിങ്ങൾ കണ്ടു കാണില്ലേ? ഈ കഴിഞ്ഞ ദിവസം പേരാമ്പ്ര എന്ന് പറയുന്ന സ്ഥലത്തെന്ന് പറഞ്ഞാണ് വന്നത്. എനിക്കറിയാം, എന്റെ മൊബൈലിൽ ഇപ്പോൾ അത് കിടക്കുന്നു. ഓടി വന്ന സിറ്റപ്പിലിരിക്കുന്ന അച്ഛന്റെ ശരീരത്തേക്ക്, മുഖത്തേക്ക്, ചങ്കിലേക്ക്, കഴുത്തിലേക്ക് നോക്കി ആഞ്ഞാഞ്ഞ മനുഷ്യരിക്കുക. ഒരു ചെറുപ്പക്കാരനായി യുവാവ് നമ്മൾ കണ്ടതെന്നാൽ നേരെ മുമ്പിലാണെങ്കിൽ നമ്മൾ അവനെ കൊന്നുകളയും. അത്രയൊരു അവസ്ഥയാണ്. അവൻ അച്ഛൻ വീട് പോകുമ്പോഴേക്കും അയൽക്കാരുടെ ഓടി ഒന്ന് പിടിച്ചവൻ നിർത്തുമ്പോൾ ചോറ് ഒഴുകുകയാണ് അദ്ദേഹത്തിന്റെ ശരീരത്തിലൂടെ. ആ മാതിരി ഇടിയാണ് ഇടിച്ചത്. അപ്പോൾ അതിന്റെ അടിയിൽ എഴുതിയിട്ടുണ്ട്, ചെറുപ്പകാലത്ത് ഈ അച്ഛൻ പഠിപ്പിച്ച കരാട്ടമറകൾ തന്റെ അച്ഛനിലേക്ക് അവൻ പ്രയോഗിക്കാൻ അവൻ ഇടവന്നു. നിനക്ക് ഒരു ഗതി ഉണ്ടാവാതിരിക്കട്ടെ എന്ന് എഴുതി. എന്നിട്ടും പകലില്ലാതെ വീണ്ടും 2 പ്രാവശ്യം കൂടി ഈ അയൽക്കാരൻ പിടിച്ചതിന് ശേഷം താഴെ എഴുതിയിരിക്കുന്നത്, ഈ CCTV ദൃശ്യം കണ്ടതിന് അച്ഛൻ മരിച്ചുപോയി. CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ ഈ മകൻ പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന് പറയും. ജന്മം കൊടുത്ത അച്ഛനെ, ഉദരത്തിൽ വളർത്തിയ അമ്മയെ തെരുവുകളിലേക്ക് വലിച്ചെറിയുന്ന കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നത്. അതൊക്കെ നമ്മുടെ കാലഘട്ടത്തിന്റെ ചില വ്യത്യാസങ്ങൾ, വ്യതിയാനങ്ങളൊക്കെ മാറി. ഇവിടെയൊക്കെ നമുക്ക് ഒത്തിരിയേറെ സാമൂഹ്യ സേവനങ്ങൾ, പ്രവർത്തനങ്ങളൊക്കെ നടത്താനായിട്ട് നമുക്ക് കഴിയുമെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. നമ്മളുടെ സംഘടനയായി, സംഘമായി പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ഇടവകളിൽ, നമ്മുടെ പ്രസ്ഥാനങ്ങളിലൊക്കെ രോഗിയായി, ആതുര ശുശ്രൂഷ ആഗ്രഹിക്കുന്നവരായും പ്രായം ചെന്നവരുമായും ഒക്കെ ധാരാളം ആളുകളുണ്ട്. ഒത്തിരിയേറെ ആളുകൾ പക്ഷേ കിടപ്പ് രോഗികളായി കഴിയുന്ന ധാരാളം പേർ നമുക്ക് ചുറ്റുവട്ടമുണ്ട്. പലവിധ കാരണങ്ങളാണ് കിടപ്പ് രോഗികളായി പോയ വിധിക്കപ്പെട്ടവർ. എങ്ങനെയാണ്? പ്രായത്തിന്റെ ആധിക്യം കൊണ്ട് രോഗികളായി മാറിയവർ, അല്ലെങ്കിൽ മരത്തിൽ നിന്ന് വീണ് അപകടം പറ്റി ഇവരെങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാൻ ഒരുപടി മുന്നോട്ട് ചവിട്ടുവാൻ കഴിയില്ലാത്ത ആളുകൾ, ജന്മന വികലാംഗത്വം കൊണ്ട് കിടപ്പ് രോഗികളായി മാറിപ്പോയവർ, വാഹന അപകടത്തിൽ തകർന്നു പോയവർ, അല്ലെങ്കിൽ ഏതെങ്കിലും കാരണത്താൽ മറ്റു രീതിയിലുള്ള അപകടങ്ങൾ കൊണ്ട് കിടപ്പ് രോഗികളായി പോയവർ, മാരക രോഗങ്ങൾ കൊണ്ട് അടിമപ്പെട്ടു പോയവർ ഒക്കെ നമ്മുടെ ചുറ്റുവട്ടങ്ങളിലൊക്കെ ഉണ്ട്. അവരുടെ അടുക്കൽ പോകുവാനും സന്ദർശിക്കാനും ഒക്കെയുള്ള നമുക്കൊരു മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് സാധിക്കുന്നുണ്ടോ. അയലോക ബന്ധങ്ങളൊക്കെ അറ്റുപോകുന്ന കാലഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമെന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മളൊക്കെ എന്നും ഏത് നിമിഷവും, ഇന്നലെ ഒരു മരണവാർത്തകൾ കേട്ടൊരു 2 കൊച്ചുങ്ങളുടെ, നിങ്ങളുടെ അയലോകത്താണ് എൻ്റെ വൈഫിനെ പഠിപ്പിക്കുന്ന ഇന്ത്യൻ സ്കൂളിലെ ഹെഡ്മിസ്ട്രാണ് വൈഫ്. അവിടെ നിന്ന് കോള് വന്നു, ഇന്നലെ രാവിലെ കോള് വന്നു, കുട്ടിയുടെ അമ്മ മരിച്ചുപോയി. LKG പഠിക്കുന്ന കുട്ടിയുടെ 3 കുട്ടികളുള്ള ഒരമ്മ ക്യാൻസർ രോഗം കൊണ്ട് മരിച്ചുപോയി. അല്ലേ? നിങ്ങളറിയില്ല? അപ്പോൾ ഒന്നാമത് ഇന്ന് ഞാനിപ്പോൾ പോലെ നേരത്തെ മറ്റൊരു ഫോൺ വന്നു. ചേലാട് സ്കൂളിൻ്റെ വൈഫ് പഠിപ്പിച്ചുകൊണ്ട് ഞാൻ അവിടുത്തെ അധ്യാപകർ വിളിച്ചു, അവിടുത്തെ ഒരു കുട്ടിയുടെ അച്ഛൻ മരിച്ചു പോയിരിക്കുന്നു. അതിനുശേഷം നമ്മുടെ ചുറ്റുവട്ടം, നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ സഹപ്രവർത്തകർ, നമ്മുടെ സഹപാഠികൾ, അല്ലെങ്കിൽ നമ്മുടെ സഹ അയൽവക്കക്കാരൊക്കെ ഇതുപോലെ ഈ ലോകത്ത് നിന്ന് കടന്നു പോവുകയും, അപ്പൊ കടന്നു പോയതിനു ശേഷം പിന്നെ നമുക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അതിന് മുമ്പൊക്കെ നമുക്കൊന്ന് കാണാനും സംസാരിക്കാനും ഒക്കെ നമുക്കൊക്കെ ഇടയാവാൻ ഇടയാകട്ടെ. അതിന് പരസ്പര സഹായ സഹകരണ സംഘം എന്ന വാക്കുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് നമുക്ക് സഹായിക്കാനുള്ള മനസ്സുണ്ടാവും.